നേതാക്കൾ സഹയാത്രികരായി പഠിക്കുക പോരാടുക എന്ന സന്ദേശഗാഥയുമാണ് AISFന്റെ വിദ്യാഭ്യാസ അവകാശ സംരക്ഷണ ജാഥയിത കേരളത്തിന്റെ വിപ്ലവരണ ഭൂമികളിലൂടെ രണസ്മരണകളിരമ്പുന്ന വിപ്ലവരണ ഭൂമികളിലൂടെ AISF എന്ന വിദ്യാഭ്യാസ അവകാശ സംരക്ഷണ ജാഥ എത്തിച്ചേരുകയാണ്. പുതിയൊരു ആവേശത്തന്തയും പുത്തനൊരുണർവന്തയും കാന്തിക പ്രഭാവലയം പരത്തിക്കൊണ്ടാണ് പുത്തൻ പോരാട്ട സമരത്തിന്റെ പുർമുഖം തുറക്കുമെന്ന പ്രഖ്യാപനവുമായി AISFന്റെ വിദ്യാഭ്യാസ അവകാശ സംരക്ഷണ ജാഥയിത എത്തിച്ചേരുകയാണ്. വിദ്യാർത്ഥി സമൂഹത്തിന്റെ സംഘടനാ സ്വാതന്ത്ര്യം സംരക്ഷിക്കുക, വിദ്യാഭ്യാസ കച്ചവടത്തെ ചെറുക്കുക, സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിയന്ത്രിക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലെ വിദേശ നിക്ഷേപം ഉപേക്ഷിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വിദേശ സർവകലാശാലകൾക്ക് അനുമതി കൊടുക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ സംഘടനാ സ്വാതന്ത്ര്യം അത് സംരക്ഷിക്കുവാൻ സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ മാർക്കിന്റെ പേരിലുള്ള മാനേജ്മെന്റിന്റെ പ്രകോപനപരമായ ദ്രോഹകരമായ സമീപനം അത് അവസാനിപ്പിക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ആശയും അഭിമാനവുമായി പ്രവർത്തിക്കുന്ന AISF സംഘടിപ്പിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ അവകാശ സംരക്ഷണ ജാഥ പ്രിയപ്പെട്ട നേതാവ് സഖാവ് TT ജിസ്മോൻ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ആ മഹത്തായ വിദ്യാഭ്യാസ അവകാശ സംരക്ഷണ ജാഥ ഇത് എത്തിച്ചേരുകയാണ്. സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും മാനേജ്മെന്റിന്റെയും അധികാരികളുടെയും പീഡനത്തിനിടയാണ് ആത്മഹത്യാ മുനമ്പുകൾ നേടിപ്പോയ ഹതഭാഗ്യരായ വിദ്യാർത്ഥികളുടെ അനുഭവം ഭാവി തലമുറയ്ക്കുണ്ടാകാതിരിക്കുവാനുള്ള പുത്തൻ പോരാട്ട സമരത്തിന്റെ പുർമുഖം തുറന്നുകൊണ്ടാണ് AISFന്റെ മഹത്തായ വിദ്യാഭ്യാസ അവകാശ സംരക്ഷണ ജാഥ കടന്നു വരുന്നത്. ഒട്ടനവധി സ്വീകരണ സമ്മേളന കേന്ദ്രങ്ങളിൽ ആവേശകരമായ വരവേൽപ്പ് സ്വീകരിച്ചുകൊണ്ട് ഈ മഹത്തായ ജാഥ 2010 ജൂലൈ മാസം 30-ാം തീയതി തിരുവനന്തപുരത്ത് ഗാന്ധി പാർക്കിൽ സമാപിക്കുമ്പോൾ ആരാധ്യനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ ആദരണീയനായ സെക്രട്ടറി സഖാവ് വെളിയം ഭാർഗവൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. ഇന്ത്യയിൽ വിദ്യാർത്ഥി സമൂഹത്തിന്റെ അവകാശ സംരക്ഷണ പോരാട്ടത്തിന് ഐതിഹാസികമായ നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നു. ഇന്ത്യൻ വിദ്യാർത്ഥി സമൂഹത്തിന്റെ സമരാവേശ പ്രസ്ഥാനം ഓൾ ഇന്ത്യ നേതാക്കൾ സഹയാത്രികരായി പഠിക്കുക പോരാടുക എന്ന സന്ദേശഗാഥയുമാണ് AISFന്റെ വിദ്യാഭ്യാസ അവകാശ സംരക്ഷണ ജാഥയിത കേരളത്തിന്റെ വിപ്ലവരണ ഭൂമികളിലൂടെ രണസ്മരണകളിരമ്പുന്ന വിപ്ലവരണ ഭൂമികളിലൂടെ AISF എന്ന വിദ്യാഭ്യാസ അവകാശ സംരക്ഷണ ജാഥ എത്തിച്ചേരുകയാണ്. പുതിയൊരു ആവേശത്തന്തയും പുത്തനൊരുണർവന്തയും കാന്തിക പ്രഭാവലയം പരത്തിക്കൊണ്ടാണ് പുത്തൻ പോരാട്ട സമരത്തിന്റെ പുർമുഖം തുറക്കുമെന്ന പ്രഖ്യാപനവുമായി AISFന്റെ വിദ്യാഭ്യാസ അവകാശ സംരക്ഷണ ജാഥയിത എത്തിച്ചേരുകയാണ്. വിദ്യാർത്ഥി സമൂഹത്തിന്റെ സംഘടനാ സ്വാതന്ത്ര്യം സംരക്ഷിക്കുക, വിദ്യാഭ്യാസ കച്ചവടത്തെ ചെറുക്കുക, സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിയന്ത്രിക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലെ വിദേശ നിക്ഷേപം ഉപേക്ഷിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വിദേശ സർവകലാശാലകൾക്ക് അനുമതി കൊടുക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ സംഘടനാ സ്വാതന്ത്ര്യം അത് സംരക്ഷിക്കുവാൻ സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ മാർക്കിന്റെ പേരിലുള്ള മാനേജ്മെന്റിന്റെ പ്രകോപനപരമായ ദ്രോഹകരമായ സമീപനം അത് അവസാനിപ്പിക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ആശയും അഭിമാനവുമായി പ്രവർത്തിക്കുന്ന AISF സംഘടിപ്പിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ അവകാശ സംരക്ഷണ ജാഥ പ്രിയപ്പെട്ട നേതാവ് സഖാവ് TT ജിസ്മോൻ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ആ മഹത്തായ വിദ്യാഭ്യാസ അവകാശ സംരക്ഷണ ജാഥ ഇത്